പിന്നെ ആരുവിന്റെ ഫോട്ടോ എവിടെ? അത് പിന്നെ അത് തെറ്റ് സംഭവിക്കുന്നതിന് മുമ്പ് അത് ചിന്തിക്കേണ്ടതായിരുന്നു മഹേശ്വരി. എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കുന്നതിന് കൂടെ ഞാനും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. സാറേ, സമയം എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പൊ ചടങ്ങ് തുടങ്ങിയാൽ മാത്രമേ നല്ല സമയം തീരുന്നതിന് മുമ്പേ തീർക്കാനാവൂ. മഹേന്ദ്ര, ഇപ്പൊ എങ്ങനെ ഇത് നടത്തുവിടാ? മരുമകൾക്ക് ചടങ്ങ് നടത്താനുള്ള അർഹത പോലും ഇല്ല എനിക്ക്. മോളെ അരുന്ധതി, ഗുപ്ത, എന്തെങ്കിലും ഒന്ന് ചെയ്യ. പാവം എല്ലാവരും ചേർന്ന് മഹേശ്വരി വഴക്ക് പറയാം. അമ്മായിയും കരയുന്നത് കണ്ടില്ലേ ഗുപ്ത? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മകളെ? നമ്മോട് മകളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ പറയുകയാണോ? ആ ജോലി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാം. മകളെ, ഏയ് മഹേശ്വരി, കുട്ടികളോട് ഭയങ്കര ആത്മാർത്ഥതയാണെന്ന് പറഞ്ഞല്ലോ നീ. ഇതാണോ നിന്റെ ഉത്തരവാദിത്വം? കുറച്ച് എടുത്തോണ്ട് വരുന്നു, കുറച്ച് മറന്നു പോകുന്നു. ഞാനിത് മനഃപൂർവ്വം മറന്നതല്ല. ആ ബാഗ് കൊണ്ടുവന്ന് ലീലി ഏൽപ്പിച്ചതാ. കാറിൽ വെക്കാനും പറഞ്ഞു. അവള് മറന്നതാന്ന് തോന്നുന്നു. എന്റെ അടുത്ത് എപ്പോഴാ തന്നത്? പിന്നല്ലാതെ നീയാ മറന്നത്. വെറുതെ എന്നെ കൂടി വഴക്ക് കേൾപ്പിക്കാൻ. മതി മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? നീ മറന്നിട്ട് ലീല എന്തിനാ കുറ്റം പറയുന്നത്? മകളെ, ഗുപ്ത, ഞാനിങ്ങനെ ഡള്ളായിരിക്കുന്നത് എനിക്ക് തന്നെ ഇഷ്ടമല്ല. എന്തായാലും ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, ഒരു കാര്യം ചെയ്യാം. ഫോട്ടോ ഇല്ലെങ്കിൽ എന്താ, ഞാനിവിടെ ഉണ്ടല്ലോ. അവരോട് പോയി പറഞ്ഞ് പൂജ സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. എല്ലാവരും എന്റെ ഒരു ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കോ? അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ മകളെ. പ്ലീസ് ഗുപ്ത, എന്തെങ്കിലും ഒന്ന് ചെയ്. പാവമല്ലേ അവര്. എല്ലാവരും മഹേശ്വരിയെ വഴക്ക് പറയാ. അവള് വളരെ സെൻസിറ്റീവാ. അവൾ ഒരുപാട് വേദനിക്കും. പൂജാരി, നമുക്കിനി എത്ര സമയം കൂടി ബാക്കിയുണ്ട്? നമുക്കിനി അരമണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ സാർ. പൂജാരി, പോയിട്ട് വരാൻ തന്നെ 1 മണിക്കൂർ എടുക്കുമല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാനാ? സാർ, വീട്ടിൽ നിന്ന് ഫോട്ടോ കൊണ്ടുവരാൻ ഒരു വഴിയുണ്ട് സാർ. വഴിയോ? അതെ സാർ, മിസ്സമ്മ വീട്ടിലുണ്ടല്ലോ. അവരോട് ഫോട്ടോ എടുത്തോണ്ട് വരാൻ പറയാം. എന്നാ പെട്ടെന്ന് വരാൻ പറയേ. ശരി സാർ. അവളെ മനഃപൂർവ്വം ഒഴിവാക്കാൻ നോക്കുമ്പോ എനിക്ക് തടസ്സമായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഓ, മഹേന്ദ്രന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഭാഗ്യത്തിന് ആ പെണ്ണ് വീട്ടിലായതുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. എന്ത് വലിയ വീടാ. ഇത്രയും വലിയ വീട്, ഇത്രയും ആൾക്കാരെ ഒറ്റൊരു പെണ്ണ് നോക്കിയോ? ഇവിടെയുള്ളവരുടെ സങ്കടമൊക്കെ കാണുമ്പോ അവർക്ക് അവരെന്തുമാത്രം സ്നേഹമാണെന്ന് മനസ്സിലായി.
പക്ഷെ എന്ത് പ്രയോജനം? പാവം, നേരത്തെ മരിച്ചു. അവര് കാണാൻ എങ്ങനെയാണെന്ന് അറിയാൻ ഒരൊറ്റ ഫോട്ടോ പോലും ഇല്ല. എന്ത് ചെയ്യാന്? പറയൂ സർ. മോളെ എവിടെ നിൽക്കുന്നു? വൈറ്റ് ഹൗസിലാ. പിന്നെ എന്താണ് സർ, എന്നെ ഈ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോയിട്ട് ഇപ്പൊ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? അയ്യോ സോറി മോളെ, ഞാൻ മറന്നുപോയി. ശരി ശരി, നീ അർജന്റായിട്ട് ഇവിടെ വരണം. ഞാനോ? എന്തിന്? ഞാനില്ലെങ്കി അവിടെ ഒന്നും നടക്കില്ലേ? അത് പിന്നെ ഇപ്പോഴാണോ എന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായേ? എന്നാലും എന്നെ ഇട്ടിട്ട് പോയില്ലേ. ഇവിടുന്ന് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വരാനാ? നിങ്ങൾ ചടങ്ങൊക്കെ തീർത്തിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മോളെ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. പ്ലീസ് രാഘവൻ സർ, എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാതെ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, ഞാൻ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നിർത്ത് മോളെ. എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടോ നീ? വെറുതെ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. ശരി സാറ് പറ. അവിടെ വീട്ടിലൊരു സഞ്ചി ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് ഓടി ഇവിടെ വരെ വരും. ഓഹോ, അപ്പൊ ഫോൺ വിളിച്ചത് എന്റെ കാര്യം അന്വേഷിക്കാനല്ലേ? ശരി, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വിഷമിച്ചിരിക്കല്ലേ? എന്തായാലും ആ സഞ്ജയ് എവിടെയാന്ന് പറ. രാഘവൻ സാർ, ഒരു പച്ച കളറുള്ള സഞ്ചിയുണ്ട് ഇവിടെ. ഓ, ഒന്ന് വേഗം എടുത്തോണ്ട് വാ. വീണ്ടും പൂജാരിയെ കൊണ്ട് സമയം കഴിഞ്ഞു പറയിപ്പിക്കരുത്. ശരി സർ, ലൊക്കേഷൻ അയക്കേ. തിരക്കിട്ട് പോകുമ്പോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളങ്ങ് മറക്കും. സാർ, മിസ്സമ്മ പുറപ്പെട്ടു കഴിഞ്ഞു, ഇപ്പൊ വരും. അയ്യോ ഗുപ്ത, ആ പെൺകുട്ടി എടുത്തിട്ട് വരുമെന്ന്. കുറച്ചു മുൻപ് കണ്ടില്ലേ ഇവരൊക്കെ എന്തുമാത്രം വിഷമിച്ചു എന്ന്. അയ്യോ ഗുപ്ത, ഇപ്പോ ആ പെൺകുട്ടി വരുന്ന വഴിക്ക് എന്റെ ഫോട്ടോ കണ്ടോ? അല്ലെങ്കിൽ ഇവിടെ വന്ന ശേഷം ഫോട്ടോ കണ്ടാലോ? പ്രശ്നമായല്ലോ ഗുപ്ത. എന്നെ പറ്റി പറയുകയും ചെയ്യും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുകയും ചെയ്യും. എന്ത് ചെയ്യും ഗുപ്ത? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ. ഇതൊരിക്കലും നടക്കാൻ പാടില്ല ഗുപ്ത. നിന്റെ വിഷമവും ബുദ്ധിമുട്ടുകളുമെല്ലാം നാം മനസ്സിലാക്കുന്നു മകളെ. പക്ഷേ ഇത് ദൈവനിശ്ചയമാണ്.
എന്താണ് സംഭവിക്കുന്നതെന്ന് മകൾ കണ്ട് അത് അനുഭവിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും നമ്മുടെ പക്കലില്ല. ചേട്ടാ കുറച്ച് സ്പീഡിൽ പോണേ. എല്ലാം നീ കാരണോ? ബുദ്ധിയുണ്ടോ നിനക്ക്? നീ കാരണോ മഹേന്ദ്രന്റെ വഴി ഞാൻ വഴക്ക് കേൾക്കേണ്ടി വന്നേ. മഹേന്ദ്രൻ എന്നെ സ്നേഹത്തോടെ നോക്കണമെന്നും സ്നേഹത്തോടെ സംസാരിക്കണമെന്നും കരുതിയാ ഇതൊക്കെ ചെയ്തത്. ദേ ഈ ഒരു കാരണം കൊണ്ട് അതെല്ലാം തലകിഴയി മറിഞ്ഞു. ശ്ശേ. സോറി മാഡം, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. രാഘവൻ എടുത്തു വെക്കുമെന്ന് വിചാരിച്ചു. ആ പെണ്ണ് മഹേന്ദ്രന്റെ മുൻപിൽ വരാതെ എങ്ങനെയെങ്കിലും മാറ്റി നിർത്താന്ന് വിചാരിക്കുമ്പോ അവള് വീണ്ടും മഹേന്ദ്രനോട് അടുത്തടുത്ത് വരുവാ. പൂജയെല്ലാം പൂജാരി ചെയ്ത് അവസാനം ഭക്തർക്ക് ഫലം കിട്ടുന്നത് മാതിരി 2 ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് മാഡത്തിന് ക്രെഡിറ്റ് കിട്ടാതെ പോയല്ലോ. അവസാനം ഫോട്ടോ കൊണ്ടുവരുന്ന പെണ്ണിനായിരിക്കുമല്ലോ മുഴുവൻ ക്രെഡിറ്റും. അങ്ങനെയല്ലേ മാഡം? നീ എന്ത് ഈ പറയുന്നേ? സത്യം മാഡം. ഇപ്പൊ മാഡം എന്തൊക്കെ ചെയ്തു, പക്ഷേ ആ ഒരു ഫോട്ടോ കാരണം ആ ചടങ്ങ് നിന്നുപോയില്ലേ? എല്ലാവരും ആ പെണ്ണിന് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. ഈ മഹേശ്വരിയുടെ മുൻപിൽ വന്നതെന്ന് അവൾ ആളാവാൻ ശ്രമിച്ചോണ്ടിരുന്ന ഞാൻ നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നെ കുറിച്ച് നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലാന്ന് തോന്നൂലേ? മാഡത്തിനെ കടന്ന് വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് വന്നില്ലേ? ലഗേജ് എടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് വീട്ടിലെല്ലാവരെയും കൊണ്ട് ബൈ പറയിപ്പിക്കണമെന്ന് വിചാരിച്ചപ്പോ അതും നടന്നില്ല. ആ വീട്ടിനകത്ത് കയറി വരുമ്പോ മാഡം കെട്ടിയ രക്ഷാ കവചം പോലും അവള് വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലേ? ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുകയെന്നല്ലാതെ മാഡത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അവള് ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് മാഡം വിചാരിച്ചു. പക്ഷെ ഇപ്പൊ വരുന്ന കണ്ടില്ലേ? ഇപ്പൊ ആ പെണ്ണിന്റെ കാര്യത്തില് മാഡത്തിന്റെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആവുന്നില്ല എന്നാ എനിക്ക് തോന്നുന്നത് മാഡം. ആരൊക്കെ തടസ്സം നിന്നാലും ഉയർന്നു വരുമെന്ന് പറയുന്നത് ഇതിനെയാണോ മാഡം? എന്താടി എന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നോ? ഞാനൊരിക്കലും നന്ദിയോടൊന്നും കാണിക്കില്ല മാഡം. മാഡം വിചാരിച്ചതൊക്കെ നടക്കണമെങ്കിൽ ആ പെണ്ണ് ആ വീട്ടിലുണ്ടാവാൻ പാടില്ല. വീട്ടിലുള്ള എല്ലാവരും ആ പെണ്ണിനെയാ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ബാക്കിയുള്ളത് സാറ് മാത്രോ. അതുകൊണ്ടാ മാഡം വളരെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നത്. അവളെ ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനുള്ള പരിപാടി ഞാൻ ഒപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനൊരു ഗംഭീര പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നീ വാ. ഗുപ്ത, എന്തെങ്കിലും ഒരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞതാ. സാറേ, ഭാര്യയുടെ ഫോട്ടോ കൊണ്ടുവരാൻ ഇനി എത്ര സമയം എടുക്കും? ഞാൻ ചോദിക്കട്ടെ പൂജാരി? രാഘവ, സാർ, ആ പെൺകുട്ടി ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ ആ പെണ്ണിന് ഫോൺ ചെയ്തുണ്ട്. ആ പെണ്ണ് ഫോൺ എടുക്കുന്നില്ല സാർ. അവളോട് ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞല്ലേ, പിന്നെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? എന്ത് പറ്റിയെന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. അതിരിക്കട്ടെ, ഈ ചടങ്ങിന് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ എങ്ങനെ നീ മറന്നിട്ട് വന്നു? ലീലേ, വന്നു വന്ന് നിനക്ക് ജോലിയിലല്ല വേറെ കാര്യങ്ങളില താല്പര്യമല്ലേ? മഹേശ്വരി, ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറാൻ പാടില്ല. പിന്നെ ഫോട്ടോ ഇവിടേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ പെൺകുട്ടി ഇപ്പൊ എന്തുകൊണ്ടാ അവള് ഫോൺ എടുക്കാത്ത? ഇനി എങ്ങനെ ഫോൺ എടുക്കാനാ? ഉറപ്പായിട്ടും അവൾ എന്റെ ഫോട്ടോ കണ്ടു കാണുന്ന തോന്നുന്നു. ഇന്നലെ വരെ എന്നെ കണ്ടും സംസാരിച്ചു നിന്ന അവൾക്ക്
ഇന്ന് മനുഷ്യ സ്ത്രീ അല്ലെന്നറിഞ്ഞ അവള് തകർന്നു പോവും. പിന്നെ എന്ത് സംഭവിക്കാനാ? വീട് വിട്ട് അവള് പിന്നെ ഓടിപ്പോവും. അയ്യോ ദൈവമേ, എന്തിനായിരുന്നു ഈ അവസാന നിമിഷം ഇങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് തന്നെ? നിങ്ങൾക്ക് എല്ലാം അറിയാം, എന്നാലും പറയരുത്. രാഘവ, നിങ്ങളൊന്ന് വീട്ടിലേക്ക് ചെല്ല്. ശരി സാർ. അയ്യോ വന്നു. സാർ, ആ പെണ്ണ് വന്നിട്ടുണ്ട്. മഹേന്ദ്ര, ആ പെണ്ണ് വന്നു. പൂജാരി, നിങ്ങൾ ഏർപ്പാടുകളെല്ലാം തുടങ്ങിക്കോളൂ. ഞാനിപ്പോ വരാം. ശരി സാർ. മിസ്റ്റർ ഗുപ്ത, അവിടെ എന്തിനാ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ മിസ്റ്റർ ഗുപ്ത. ഹലോ. ഇങ്ങോട്ട് വന്നേ. ഇവിടെ നിൽക്ക്. ഗുപ്ത, പോയ കാലമെങ്ങോ കാറ്റ് മറഞ്ഞു, പിന്നിലാവുമെങ്ങോ മായുന്നുവോ, തമ്മിലുള്ളം കാണാൻ പാടി മറന്നു നാം അന്യരായി മാറാൻ. ഹായ്. എല്ലാം അറിഞ്ഞു കാണുമല്ലേ? ഇങ്ങോട്ട് കൊടുത്തേ. സാറേ, ചടങ്ങിന് ആവശ്യമായ എല്ലാം റെഡിയായിട്ടുണ്ട്. നിങ്ങൾ വന്ന് ഇവിടെ ഇരുന്നാൽ ചടങ്ങ് ആരംഭിക്കാം. അയ്യോ മിസ്റ്റർ ഗുപ്ത, എന്തായിരിക്കും ആ പെണ്ണ് എന്നെ നോക്കിട്ട് അവിടെ പോയിരിക്കുന്നത്? ആ മകൾ അവിടെ പോയി ഒറ്റയ്ക്കിരിക്കുന്നത് മകളുടെ ഫോട്ടോ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. വിചിത്രം. വിചിത്രമോ? പിന്നെ ആത്മാവായ മകളെ അവൾ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് വിചിത്രമല്ലാതെ മറ്റെന്താണ്? ശരിയാണല്ലേ? അയ്യോ
അങ്ങനെയാണെങ്കിൽ അവള് കണ്ടു കാണുമല്ലേ? സംശയമേ വേണ്ട മകളെ, ആ മകളുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്.